ചാനലിലേക്ക് സ്വാഗതം. ജോസ് മോസസ് കിച്ചൺ. ഞാൻ ഈ ഇടയ്ക്ക് 24-ന്റെ ലൈവ് ന്യൂസ് കാണുമ്പോൾ അതിൽ അവരുടെ ഫുഡിൻ്റെ ഒരു ബ്ലോഗ് പോലെ ചെറുതായി കാണിക്കുന്നുണ്ട്. അപ്പം അതിൽ ഒരു ബ്ലോഗ് കണ്ടു, പള്ളിക്കറി കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നി. എന്താണ്, എനിക്ക് വലിയ അറിവില്ല അതിനെക്കുറിച്ച്. അപ്പം ഞാൻ ആലോചിച്ചു, ഇതൊന്നും നോക്കണല്ലോ, ഇതൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കണം, ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ചൊക്കെ നടത്തി. നമ്മുടെ കൂട്ടുകാരന്മാരെയൊക്കെ ഒന്ന് വിളിച്ചു. എങ്ങനെയാടാ ഇത്, എങ്ങനെയാണ്, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ എന്ന് വെച്ച് അവർ പറഞ്ഞതെല്ലാം വെച്ച് ഞാനൊരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ആ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെങ്ങനെയുണ്ടെന്ന് എൻ്റെ അടുത്ത് പറ. ഈ പള്ളിക്കറി ഞാൻ ടേസ്റ്റ് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടണല്ലോ, എന്നാലല്ലേ ഒരു രസമുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമായില്ലല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്യ്, ഷെയർ ചെയ്യ്, എല്ലാം ചെയ്യണം കേട്ടോ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. നമുക്ക് വീഡിയോ കണ്ടാലോ. നമുക്കൊരു ചെറിയൊരു പാത്രം വെക്കാം. നമുക്ക് ഉണക്കമുളക്, മല്ലി, നമുക്കത് ഡ്രൈ റോസ്റ്റ് ചെയ്യാം കേട്ടോ. ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ. നമുക്കത് ഇനി നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. മല്ലിയും മിളകും വറുത്ത പാത്രം തിരിച്ചു വയ്ക്കട്ടെ. വീണ്ടും വളരെ ചെറു തീയിൽ നമുക്ക് ചെറുകിയ നാളികേരം, നമുക്കത് ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കട്ടോ. നമുക്കത് നന്നായിട്ട് വറുത്ത് വരയ്ക്കട്ടോ. നമ്മൾ ആ വറുത്ത നാളികേരം നല്ല വറുത്ത് നല്ല ഗോൾഡൻ കളറായിട്ട് കേട്ടോ. നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രം എടുക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അതിലേക്ക് നമുക്ക് തീ ഓൺ ചെയ്യാം കേട്ടോ, ഹൈ ഹീറ്റിൽ. അത് അവിടെ കിടന്ന് വെട്ടി തിളക്കട്ടെ കേട്ടോ. നമ്മുടെ ബീഫ് പകുതി വന്നിട്ടുണ്ട്. നമ്മുടെ ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ സ്പൈസസ് ആഡ് ചെയ്യാം കേട്ടോ. മഞ്ഞൾ, നമ്മളാ പൊടിച്ചു വെച്ച മസാല, മുളക് പൊടി, നമുക്കിഞ്ഞത് യോജിപ്പിക്കാം കേട്ടോ. നമ്മുടെ ബീഫും നമ്മൾ ചേർത്ത സ്പൈസൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ കൊടുക്കട്ടോ. നമുക്ക് അതൊന്ന് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നമുക്കത് ഇനി ഇത് കുക്കാവണ വരെ, സ്പൈസൊക്കെ ഒന്ന് കുക്കായി ബീഫൊന്ന് കുക്കാവട്ടെ. അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ ബീഫിൻ്റെ സ്പൈസ് കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. മല്ലിയില, വേപ്പില, ഇനി അതും ചേർക്കാൻ യോജിപ്പിക്കാം കേട്ടോ. കാരണം ബീഫൊക്കെ വെന്തുണ്ട്. അവസാന സ്റ്റേജുകളാണ് നമ്മുടെ ബീഫൊക്കെ കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ.
ഫൈനലായിട്ട് നമുക്ക് ആ റോസ്റ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ കിടിലൻ പള്ളിക്കറി റെഡി ആയിട്ടോ. ഞാൻ പറഞ്ഞ ആ പള്ളിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ. ഗ്രേവി എന്ന് പറയാനില്ല, നല്ല തിക്ക്. നമുക്കൊന്ന് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ നാളികേരവും മല്ലിയും അതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ് കേട്ടോ. കാരണം ആ മല്ലി നമ്മൾ വെറുതെ പൊടിച്ചല്ല ചേർത്തേ, അതിൻ്റെയും പിന്നെ മല്ലി ഇച്ചിരി കൂടുതലും കൂടിയാണ്. അപ്പം മല്ലിയുടെയും ആ നാളികേരത്തിൻ്റെ ടേസ്റ്റ് പിന്നെയാണ് ബാക്കിയുള്ള സ്പൈസസിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ എന്ത് ഫുഡ് തിന്നുമ്പോഴും ഇങ്ങനെ തിന്നണ്ടേ, ആസ്വദിച്ച് തിന്നണം. എങ്ങനെ ആസ്വദിച്ച്, ഇതാണ് എൻ്റെ വഴി. ആസ്വദിച്ചില്ല. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യണേ, മറക്കല്ലേ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.